ഒരു ആഘോഷ പരിപാടിയാണോ നരൻ ചേട്ടാ? അതെ, ആഘോഷമാണ് ഇതിന്റെ ബാക്ക്ഡ്രോപ്പ്. അതെ, കോളേജാണ് ഇതിന്റെ ബാക്ക്ഡ്രോപ്പ്. ഇതിന്റെ ഒരു ഫണ്ണും ഒക്കെ ഉണ്ടല്ലോ. അതെ. എന്നാൽ അതിന്റെ ഉള്ളിൽ വളരെ വേറൊരു കഥ നമ്മൾ പറഞ്ഞു പോകുന്നു. നമ്മൾ ഈ പോസ്റ്ററിലൊന്നും കാണാതെ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ അത് പക്ഷെ അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. അതെ, ഒരു സംതിങ് ഡിഫറെന്റ് സംഭവം ഉണ്ട്. Something is there, something serious thing is there. വിജയരാഘവൻ ചേട്ടാ, നമ്മൾ ഈ കാസ്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു വൈഡ് റേഞ്ചിലുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ളൊരു വലിയ സിനിമ എന്ന് പറയാൻ പറ്റുമോ ഇതിനെ? പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, അപ്പൊ തന്നെ വലിയ സിനിമയായില്ലേ. പിന്നെ വലിയ സിനിമകളല്ലേ ആഘോഷിക്കപ്പെടുന്നത്. ഈ ആഘോഷം ആഘോഷിക്കപ്പെടേണ്ട ഒരു താരനിബിഡമായ ഒരു സിനിമയാണ്. പിന്നെ ഇപ്പോഴത്തെ യൂത്തിനൊക്കെ കാണാൻ പറ്റുന്ന അവരുടെ കഥകളും ഒക്കെ ബന്ധിപ്പിച്ചിട്ടുള്ള കഥയാണ്. ഇതൊക്കെ കുഴപ്പം എന്താ വെച്ചാൽ കഥ പറയാൻ പറ്റുമല്ലോ. പറ്റൂല അതല്ലേ എല്ലാം പ്രൊമോഷൻ എന്നാലും നമുക്ക് കഥയെല്ലാം അറിയാം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡയറക്ടർ ഇങ്ങനെയൊക്കെ കാണിക്കും. അതുകൊണ്ട് നമ്മളെ അത് ശീലമായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് നോക്കുന്നില്ല. പണ്ട് ഈ പ്രൊമോഷൻ പരിപാടികളൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നീടല്ല ഇത് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂസ് ഈ ഒരു രീതി വന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിഫറെന്റ് ഫീൽ തന്നെയാണല്ലോ. എപ്പോഴെങ്കിലും വൈന്ന് വിട്ടു പോയിട്ടുണ്ടോ എന്തെങ്കിലും മെയിൻ സംഭവങ്ങളൊക്കെ? എന്നിട്ട് വിഴുങ്ങിയിട്ടുണ്ടോ? പിന്നെ അങ്ങനെ വിഴുങ്ങിയാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ അങ്ങനെയാണ് പലപ്പോഴും. അപ്പൊ അങ്ങനെ നമ്മള് ഡയറക്ടർ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തട്ടിക്കൊടുക്കും, അദ്ദേഹത്തോട് ചോദിക്കും. ഡയറക്ടർ ഉണ്ടെങ്കിൽ ഒരു സേഫ്, അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് കാണും. അങ്ങനെ അവരൊക്കെ നമ്മള് പക്ഷെ എനിക്ക് തോന്നുന്നു ക്യാരക്ടേഴ്സ് ഒക്കെ എന്താന്ന് പറയാൻ തോന്നുന്നു അല്ലേ? എന്ത് ക്യാരക്ടർ എന്റെ ക്യാരക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഒരു കോളേജ് ആയിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. അപ്പൊ കോളേജിന് നടത്തിപ്പുകാരനും അതിന്റെ ഉടമസ്ഥനും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിന്റെ ഒരു പ്രധാന കഥാപാത്രമാണ്. ശശിചേട്ടന്റെ റോൾ എങ്ങനെയാ ഇതിനകത്തില്? ഇത് കോളേജ് സബ്ജക്റ്റാണ്. ഞങ്ങൾ ഇത്രയും പേര് ഇരിക്കുമ്പോൾ മനസ്സിലായല്ലേ ക്യാമ്പസ് ലൈഫ്. അത് പറയാവുന്ന എങ്ങാനൊരു ലാസ്റ്റ് ഹോപ്പ് ഒരു സ്റ്റുഡന്റ് ആണോ സസ്പെൻസ് ചിലപ്പോൾ അതായിരിക്കും. അപ്പൊ ഞങ്ങള് കോളേജിന്റെ ആ കളർഫുൾ ഇതിനകത്ത് ഞങ്ങളെ ബാക്ക്ഡ്രോപ്പിലുള്ള കുറെ ക്യാരക്ടേഴ്സിന്റെ ഒരു സംഭവം അത്രേ ഉള്ളൂ. ഞാൻ കോളേജിൽ പ്രൊഫസറായിട്ട് കാണുമ്പോൾ തോന്നുന്നില്ലെങ്കിലും ഞാൻ ഏകദേശം പ്രൊഫസർ എന്ന് പറയുമ്പോൾ ഡയറക്ടറിന് ചിരി. ഉണ്ടാവാനായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ നിൽക്കണമല്ലോ നമുക്കൊരു. അല്ല, ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പ്രൊഫസറായി കൊള്ളാമെന്ന്. അത് നടക്കില്ല എന്നുള്ളത് അറിയാമല്ലോ. ഇങ്ങനെയെങ്കിലും ആവട്ടെ. ശശിചേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? പഠിക്കാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ആഗ്രഹം അതുകൊണ്ട് പഠിപ്പിക്കണമെന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. ജയസേന്റെ ക്യാരക്ടറോ? ഞാൻ അതിനകത്തൊരു പള്ളിയിലച്ഛനായിട്ടാണ്. പിന്നെ ഈ സ്ഥിരം ഒന്നെങ്കിൽ ഇടി അങ്ങോട്ട് ഇങ്ങോട്ട് സ്ഥിരമായി ഇടി മേടിച്ച് ഒരാവശ്യമില്ലാണ്ട് പോയി നായകനെ ചൊറിഞ്ഞ് അടി മേടിച്ചു പോകുന്ന പരിപാടികളൊക്കെ നിർത്തി, അല്ലെങ്കിൽ സ്ഥിരം തല്ലുകൊള്ളലും മസിലിവിടത്തൊക്കെ മാറ്റിയിട്ടൊന്നും ചെയ്യണമെന്നൊരു ആഗ്രഹം കൊണ്ട് ഡയറക്ടറോട് ചോദിച്ചു മേടിച്ച കഥാപാത്രമാണ്. പള്ളിയിലച്ഛനാണ്, നല്ലവനായ പ്രിൻസിപ്പളുമാണ്. വലിയ പാടുപെട്ടു കഥാപാത്രമായി തീരാൻ. അല്ല, ഏറ്റവും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അത് എന്നും കാണണ്ടേ. ഈ ലോഹ്യം വെച്ചിട്ട് എന്നും ജെയ്സിന് ഇത് നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണ്ടേ. അങ്ങനെ ഞങ്ങളിത് ട്യൂണ്ടായി വരുമ്പോഴേക്കും സിനിമ അതൊരു ദൗത്യം. അതൊന്ന് റിയലൈസ് ആയി വന്നപ്പോഴത്തേക്ക് ഈ പള്ളിയിലച്ഛന്റെ വേഷമൊക്കെ ഇട്ട് ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോഴത്തേക്ക് എന്താ അച്ഛനായിട്ട് ആദ്യം വന്നപ്പോ കൈ ചുരുട്ടി വെച്ചാ വന്നു. അച്ഛനാണെന്ന് നന്മ മനസ്സിൽ പറയട്ടോ. അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ്. നല്ലൊരു കുട്ടികളുടെ കൂടെ നിൽക്കുന്ന നല്ല മനസ്സുള്ള ഒരു മാനേജർ അച്ഛനാണ് അവിടുത്തെ കോളേജിന്റെ മാനേജർ അച്ഛൻ. നമുക്ക് ഡയറക്ടറിലേക്ക് വരാണെങ്കിൽ ഈ ഒരു സിനിമ ഇത്രയും വലിയ കാസ്റ്റ്, ഇതൊക്കെ എങ്ങനെയാ സാധിച്ചത്? ഇത്രയും ആളുകൾ, ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒത്തൊരുമിച്ച് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇപ്പം പല സിനിമകൾ വരുവാണെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ, കുറച്ച് കാസ്റ്റ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഡേറ്റ് ഒക്കെ ഓക്കെ ആയി. എങ്ങനെയായിരുന്നു ആഘോഷം സംഭവിച്ചത്? ആഘോഷം അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് നമുക്ക് ആർട്ടിസ്റ്റിലൂടെ നമുക്ക് പടം ചെയ്യാൻ പറ്റുക എന്നുള്ള വലിയ കാര്യമാണ്. പിന്നെ ഈ സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്നതാണ് ഈ കാസ്റ്റിംഗ്. ഈ ഇവരെക്കുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകൾ വേണം ഈ സബ്ജക്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം കുട്ടിയേട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടിയേട്ടൻ ചെയ്യുന്ന, അതായത് ഒരു വൺ ഓഫ് ദ ഒരു ലീഡ് ക്യാരക്ടർ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ. അപ്പോൾ കുട്ടിയേട്ടനെ പോലത്തെ ആൾ ചെയ്യുമ്പോഴാണ് ആ ക്യാരക്ടർ അത് അത്രത്തോളം നമുക്ക് ഉദ്ദേശിച്ചുള്ള സ്ക്രീനിലേക്ക് എത്തുക. ഇപ്പം നരൻ ഭായി ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഹീറോ ആണ്. അപ്പം ഇദ്ദേഹം ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് ഇപ്പോൾ എവിടെ ചെന്നാലും എൻ്റെ അടുത്ത് വയ്ക്കുന്നത് ക്ലാസ്മേറ്റ്സിന് ശേഷം, അതായത് ഇപ്പോൾ ആഘോഷത്തിൻ്റെ പ്രൊമോഷൻ എവിടെ ചെന്നാലും ക്ലാസ്മേറ്റ്സ് കണക്ട് ചെയ്താണ് നരൻ ഭായിയുടെ എപ്പോഴും ചോദിക്കുന്നത് ഏത് പ്രൊമോഷൻ ചെന്നാലും. അപ്പോൾ എല്ലാവരും ഉള്ളിൽ ആ ഒരു സാധനം നടക്കുന്നുണ്ട്.
അപ്പം ഇപ്പൊ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, നമ്മുടെ ആഘോഷത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ആയപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും, കാരണം ഇപ്പൊ ആദ്യം ചോദിച്ച പോലെ എല്ലാവരും സീനിയേഴ്സ് ആണ്, ബാക്ക് ഡ്രോപ്പ് കോളേജാണ് ഈ കഥ എടുക്കുന്ന പശ്ചാത്തലം. എല്ലാവരും ചോദിച്ച് നമ്മുടെ മുമ്പ് സീനിയേഴ്സ് എന്നുള്ള പടം പോലെ ഇവരെല്ലാം സ്റ്റുഡൻസ് ആണെന്ന് എല്ലാവരും ചോദിച്ചു. വീണ്ടും ബാക്ക് ടു കോളേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കുന്നത്. മനസ്സിലായി. അപ്പം എന്താ പറയുക, ഇവരെപ്പോലുള്ള പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളുടെ കൂടെ സിനിമ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായി കാണുന്നു. പിന്നെ മാത്രമല്ല, ഞാനിപ്പോൾ ഒന്ന് രണ്ട് പേര് പറയും, ഇപ്പം കുട്ടേട്ടനൊക്കെ ഒരു നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിൽ പല ഇവരെ പോലെ ഇപ്പം നരേൻ ബ്രോയൊക്കെ നമ്മൾ മനസ്സിൽ കണ്ട് നമ്മൾ എഴുതുന്നത് പല സീക്വൻസും. ഇപ്പോൾ കുട്ടേട്ടനൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിൽ കണ്ട് എഴുതുന്നത്. അപ്പം നമ്മൾ ഇവരെ വർഷങ്ങളായിട്ട് നമ്മൾ ഇവരുടെ സിനിമകൾ കണ്ട് നമ്മുടെ മൈൻഡിൽ എപ്പോഴൊക്കെ ഇവർ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവരുടെ ചില ബോഡി ലാംഗ്വേജ്, ചില ലുക്സ്, ചില റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ മൈൻഡിൽ ഇവർ നമ്മൾ അത് എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിൽ കണ്ട് നമ്മൾ ചില ഡയലോഗ്സും ചില സാധനമൊക്കെ എഴുതി വെക്കും. പക്ഷേ ഇവരൊക്കെ വന്ന് ഇപ്പോൾ നരേൻ ബ്രോ ആണെങ്കിലും കുട്ടേട്ടനെങ്കിലും ഇവർ വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയതിന് മേളിലാണ് ഇവർ പെർഫോം ചെയ്യുന്നത്. അങ്ങനെ കുറേ സീൻസ് നമ്മൾ വണ്ടറടിച്ച് നിന്നിട്ടുണ്ട്. അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ടും ഒരു വേറെ എക്സ്പീരിയൻസ് ഞാൻ കാണും. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവരുടെയൊക്കെ സിനിമകൾ ഒക്കെ മനസ്സിൽ വരുമ്പോൾ, ഇപ്പം വിജയരാഘവൻ ചേട്ടനെ കുറിച്ചൊക്കെ അങ്ങനെ ഓർക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് ഇങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ മൈൻഡിൽ വരുമല്ലോ. അങ്ങനെ പെട്ടെന്ന് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും ഈ ഒരു സിനിമ ഇതൊരു മനസ്സിലോട്ട് വന്ന സമയത്ത് ഇതായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നിയ ക്യാരക്ടേഴ്സ്? ഒത്തിരി ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ആക്ച്വലി കുട്ടേട്ടൻ ഈ പടത്തിലൊരു ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് എങ്കിൽ പോലും നമുക്ക് അദ്ദേഹം ചെയ്ത കുഴപ്പം. ഞാൻ ഇന്നലെയും കൂടെ ആക്ച്വലി ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ പഞ്ചപാണ്ഡവർ കൊണ്ടുപോകും. പഞ്ചപാണ്ഡവർ, അതായത് പഞ്ചപാണ്ഡവരത്തിൽ കുട്ടേട്ടനാണ് ഹീറോ. അതായത് ക്ലീൻ ഷേവ് ചെയ്തൊരു ഫേസ് ആണ്. പക്ഷെ ക്ലീൻ ഷേവ് ചെയ്ത ഫേസ് വെച്ചിട്ട് മൂപ്പര് മാസ് കാണിച്ച പടമാണ് പഞ്ചപാണ്ഡവർ, കല്ലൂർ കടൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി. അപ്പം അങ്ങനെ ഇപ്പം രാമലീല എന്നുള്ള പടം, രാമലീലയ്ക്കകത്ത് ഇപ്പോൾ നമ്മൾ എനിക്ക് ഈ പടത്തിൽ എനിക്ക് കുറച്ചുകൂടെ റെഫറൻസ് വന്ന രാമലീലയ്ക്കകത്തുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ്. അതായത് കുട്ടേട്ടൻ വെറുതെ ആ രാമലീല എന്ന പടത്തിൽ വന്ന് നിൽക്കുമ്പോൾ, ആ ഫ്രെയിമിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു എനർജി, ഒരു പവർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു സ്ക്രീൻ പ്രസൻസ്, ആ ഓറ ഭയങ്കരമാണ്. അപ്പം അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലീൻ ഷേവ് വെച്ചിട്ട് മാസ് കാണിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ ശരിക്കും പറഞ്ഞാൽ? ജെയ്സ് മാസം ഒഴിവാക്കാൻ ക്ലീൻ ഷേവ് ഞാൻ അങ്ങനെ ആലോചിച്ച് പറഞ്ഞപ്പോഴോർത്ത് ക്ലീൻ ഷേവ് വെച്ച് മാസ് കാണിക്കാനായിട്ട് മീശ വേണം, മാസ് കാണിക്കാനായിട്ട് അങ്ങനെ ശരിക്കും ഹിന്ദി നടന്മാർക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് നടന്മാർക്ക് മീശ ഉണ്ടോ? അല്ല, പെർഫോം ചെയ്തിരിക്കുന്നതാണല്ലോ മീശ ഇല്ല നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ. പക്ഷെ ആ ഒരു സമയം മുതലേ മീശയൊക്കെ വെച്ച് നമ്മളെ മീശ പിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തോ തോന്നലാണ്. അതെ, ശരിക്കും അങ്ങനെയൊന്നും ഇല്ല. അല്ല, ചിലവർക്ക് മീശ ഉള്ളതാണ് ഭംഗി, ചിലവർക്ക് മീശ ഇല്ലാത്തിട്ടും അത് വർക്ക്ഔട്ട് ആവും. അത്രേ ഉള്ളൂ. നരേന്ദ്രൻ അതെല്ലാം ഫുൾ ഓഫ് ചെയ്യുന്ന ഒരാളാണല്ലോ. ആദ്യത്തെ സിനിമ പോലീസ് സീരിയസ് ആയിട്ട് വന്ന പോലീസ് മീശ ഇല്ല. അത് ഞാൻ കോളേജ് സ്റ്റുഡന്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഷൂട്ടിംഗ് സ്പോട്ടിൽ വന്നപ്പോഴാണ് അറിയണത് എന്നെ മാറ്റി പോലീസാക്കി. അങ്ങനെയാണ് ഫോർ ദ പീപ്പിൾ പോലീസ്. അല്ലെങ്കിൽ ഞാൻ പോലീസ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ മീശയുടെ വന്നേനെ. ആ മീശ ഉണ്ടായില്ല. ഞാൻ സ്റ്റബിൾസ് ഒക്കെ ഇട്ട് വന്നപ്പോൾ ജയരാജ് ആദ്യം ചോദിക്കുന്നത് മീശയുടെ. ഞാൻ കോളേജ് സ്റ്റുഡന്റ് അല്ലേ സാർ, ഇതിന് മീശ അതായത് മാറി കമ്മീഷണർ ഓഫ് പോലീസ് അങ്ങനെ അത് മാറിയതാണ്. അതെ, അത് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ മീശ ഇല്ലാത്തൊരു പോലീസിനെയൊക്കെ ഇൻട്രോഡ്യൂസ് വളരെ റെയർ ആയിട്ടാണ് അത്. അല്ലേ?